അത് മാധ്യമങ്ങളിലൊക്കെ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം പിന്നെ അതിലിടപെട്ടു എന്നല്ലേ പറയുന്നത്. അതിൻ്റെ പിന്നെ രക്ഷാ കാര്യങ്ങളൊക്കെ നടത്തുന്നതിൽ അദ്ദേഹം ഇടപെട്ടു എന്നാണല്ലോ പറയുന്നത് അജിത് കുമാർ. അത് ഉണ്ടായിട്ടുണ്ട്. IDGP അതിൻ്റെ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അണിനിരത്തുന്നതിലും അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിലും വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിന് പങ്കിട്ടുന്നുള്ളതാണ്. ADGPയുടെ മറ്റ് അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളുണ്ടല്ലോ, ഈ സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ADGP MR അജിത് കുമാർ ഒരു സംശയ നിഴലിൽ തന്നെയാണുള്ളത്. അതെ തീർച്ചയായും. ഒരു ബോധ്യം എന്താണ്? അല്ല, അത് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം അത് അൻവർ ഉന്നയിച്ചു എന്നുള്ളത് കൊണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾക്ക് പ്രസക്തി ഇല്ലാതാവുന്നില്ലല്ലോ. പിന്നെ അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള അന്വേഷണം അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം. ഇപ്പോൾ വിജിലൻസ് അന്വേഷണം അതിൻ്റെ ഒരു സംഘം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അത് ചെയ്യണം. ADGPയെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രിക്ക് എന്തോ അദ്ദേഹത്തോട് ഒരു വിധേയത്വമുള്ളത് പോലെയാണ് മുഖ്യമന്ത്രിയുടെ സമീപനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തോ ഒരു ഇതുണ്ട്. എന്താണെന്ന് എനിക്കറിയെങ്കിൽ പിന്നെ ഞാനത് പറയില്ലേ. ഇനി ആളുകളുടെ സംശയമുണ്ട്, അജിത് കുമാറിനോട് എന്തോ ഒരു വിധേയത്വം മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്ന് സംശയിക്കത്തക്ക നിലയിലാണ് ഒരു കവചം, ഒരു രക്ഷാകവചം അദ്ദേഹത്തിന് ഒരുക്കുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് ഇപ്പോൾ MR അജിത് കുമാർ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. MR അജിത് കുമാർ അല്ല, വേറെ ഒരാളായിരുന്നുവെങ്കിൽ ആ സ്ഥാനത്ത് അദ്ദേഹം ഉണ്ടാകുമായിരുന്നില്ല. അല്ല, സാധാരണ നിലയിൽ ഇത്തരം ഒരു ഗുരുതരമായ ആരോപണങ്ങൾ വന്നാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് മാറ്റി നിർത്തിയിട്ട് അന്വേഷിക്കുക എന്നതാണ് അതിൻ്റെ ഉചിതമായ രീതി. അതല്ല ഇപ്പം മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് ഈ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട് പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. ഈ മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ഹാലി ഇളകുന്നവരുടെ കൂട്ടത്തിൽ മുഖ്യമന്ത്രിയും ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് മലപ്പുറത്തുള്ള എന്തോ ഒരു വിരോധം മുഖ്യമന്ത്രിക്കുള്ളത് പോലെ. ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. അത് ശരിയല്ല. അങ്ങനെയല്ല. ഞാൻ ഈ മലപ്പുറം ജില്ല വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം വരിച്ച് ജീവിക്കുന്ന ഒരാളാണെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ മലപ്പുറം ജില്ലയിലെ ജനങ്ങളെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. വളരെ സന്മനസ്സുള്ളവരും ആതിഥ്യമര്യാദയുള്ളവരും സ്നേഹസമ്പന്നരുമായിട്ടുള്ള ആളുകളാണ് മലപ്പുറം ജില്ലയിലുള്ളത്. അവരെ വേറൊരു കണ്ണടയിൽ കൂടി കാണാൻ വേണ്ടി ശ്രമിക്കുന്നത് ആ ജില്ലയിലെ എല്ലാ വിഭാഗം ജനങ്ങളോടുമുള്ള ഒരു അവഹേളനമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അല്ല, മുഖ്യമന്ത്രി ആ ഒരു നിലപാട് സ്വീകരിച്ചത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഈ പപ്പാട്ടൻ പറയുന്നത് പോലെ മറ്റ് BJP നേതാക്കൾ പറയാത്തത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ ഇത്തരം കാര്യങ്ങളിലൊക്കെ മറ്റ് രീതിയിലാണല്ലോ നേതാക്കളുടെ ഒരു പ്രതികരണം. അത് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് അവരോട് ചോദിക്കേണ്ടത്. അവരോട് ചോദിച്ചാൽ മതി എന്തുകൊണ്ട് പറയുന്നില്ല. അങ്ങനെയല്ല, നമ്മളെപ്പോഴും സത്യം, അത് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല ചില ആളുകൾക്ക്. ആ സത്യത്തിൻ്റെ വഴിയിൽ കൂടി സഞ്ചരിക്കണം എന്നുള്ള അഭിപ്രായം. അതാണ് എനിക്കുള്ളത്. വസ്തുതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യം പറയാവും. അല്ലാണ്ട് നമ്മുടെ ചില സങ്കല്പം, നമ്മുടെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയാൻ വ്യക്തിനിഷ്ഠം, ആത്മനിഷ്ഠമായ ഒരു സമീപനം സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് സത്യം പറയണം. അതുകൊണ്ട് സത്യം മറച്ചു വെച്ചുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നു, അത് പാടില്ല. പക്ഷേ ഈ മുഖ്യമന്ത്രി മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞത് BJP നേതാക്കൾ ആസ്വദിക്കുകയാണ്, BJP അനുകൂലിക്കുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനായാലും മുഖ്യമന്ത്രി പറഞ്ഞതാണ് ശരി എന്നുള്ള രീതിയിലേക്ക് പറയുകയാണ്. പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായം ഒരു സമരപ്പന്തൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും തുറന്നിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടില്ല. സ്വകാര്യ ചാനലിലല്ലല്ലോ നമ്മൾ പറഞ്ഞത്. ഒരു മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു സമരമുഖത്ത് ഞാൻ ആ കാര്യം തുറന്നു പറഞ്ഞല്ലോ. അതാണ് മുഖ്യമന്ത്രി മലപ്പുറത്തെ അവമാനിച്ചത് ശരിയായില്ല. മുഖ്യമന്ത്രി അതാണ് ഞാൻ പറഞ്ഞ ഇത് നിങ്ങൾ കേട്ടില്ലേ? അതായത് പുലിയെ വേട്ടയാടാൻ കാടിന് തീ കൊടുക്കുന്ന പരിപാടി ശരിയല്ല എന്ന്. അതൊരു പുതിയ പ്രയോഗമാണ്. അൻവറിനെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മലപ്പുറം ജില്ലയെ അപമാനിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു. ഇപ്പം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഇനി മലയാളത്തിൽ ഇപ്പോൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എല്ലാം മനസ്സിലായി. അതാണ്.